മത്സരിക്കാൻ ഇത്തവണ CPM ഇറക്കിയത് സഖാവ് കുഞ്ഞാലിയുടെ നാട്ടുകാരിയെയാണ്. മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ ആദ്യമായാണ് ഒരു വനിത മത്സരത്തിനിറങ്ങുന്നത്. CPM സംസ്ഥാന സമിതി അംഗം, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ദേശീയ വൈസ് പ്രസിഡന്റ്, സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗമായിരുന്നു. മണ്ഡലത്തിലെ ഭൂരിപക്ഷം വരുന്ന വനിതകളുടെ വോട്ട് നേടി വിജയിക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് PK സൈനബ. മഞ്ചേരി, പെരിന്തൽമണ്ണ മണ്ഡലങ്ങളിലാണ് ഇന്ന് പ്രചാരണം. മലപ്പുറം മണ്ഡലത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി PK സൈനബ ഇന്ന് കുടുംബയോഗങ്ങളുടെ തിരക്കിലാണ്. അതിനിടയിലാണ് നമ്മൾ അവരെ കണ്ടുമുട്ടിയത്. ഇപ്പോൾ എങ്ങനെയുണ്ട് പ്രചാരണം? പ്രചരണം നല്ല ചൂടേറിയ പ്രചരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ പ്രദേശങ്ങളിലും ഒരു റൗണ്ട് പ്രചരണ പരിപാടികൾ പൂർത്തിയാക്കി രണ്ടാം റൗണ്ടിലേക്ക് കടന്നിരിക്കുകയാണ്. വിവിധ തരത്തിലുള്ള പ്രചരണ പരിപാടികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേരിട്ട് വോട്ടർമാരെ കാണുകയും നേരിട്ട് ചില കുടുംബങ്ങളിലും അതുപോലെ വ്യക്തികളെയും സ്ഥാപനങ്ങളിലുമൊക്കെ ആദ്യ റൗണ്ട് സന്ദർശനം പൂർത്തിയാക്കി. ഇപ്പോൾ രണ്ടാം റൗണ്ട് ഇതുപോലെയുള്ള ചെറിയ ചെറിയ കോർണർ യോഗങ്ങൾ, അതുപോലെ ചില പ്രദേശങ്ങളിലുള്ള ആളുകളെ കാണൽ, വ്യത്യസ്തമായ രീതിയിലുള്ള പ്രചരണ പരിപാടികളൊക്കെ ആയിട്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവരാണോ ശക്തി സ്ത്രീകൾ? തീർച്ചയായിട്ടും. കാരണം വോട്ടർമാരിൽ 52% സ്ത്രീകളാണ് മലപ്പുറം മണ്ഡലത്തിൽ. പിന്നെ വനിതാ രംഗത്ത് പ്രവർത്തിച്ചിട്ടുള്ളൊരു പരിചയവും അതിൻ്റെ ഒരു വനിതാ കമ്മീഷൻ മെമ്പർ എന്നുള്ള നിലയിലൊക്കെ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ സ്ത്രീകൾക്ക് അവരുടെ ഒരു സുരക്ഷാ കേന്ദ്രമായി പലപ്പോഴും എന്നെ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ മാത്രമല്ല, അതിനു മുമ്പും എന്താവശ്യങ്ങളുണ്ടെങ്കിലും കക്ഷി രാഷ്ട്രീയത്തിന് ഉപരിയായി സ്ത്രീകൾ പല വിഷയങ്ങൾക്കും സമീപിക്കാറുണ്ട്. അവരുമായിട്ട് അവർ തന്നെയാണ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട ഊർജം. കുടുംബയോഗങ്ങളാണ് ഇടത് സ്ഥാനാർത്ഥിയുടെ കരുത്ത്. LDF കൂടുതലായും ശ്രദ്ധിക്കുന്നതും കുടുംബയോഗങ്ങളിൽ തന്നെ. യോഗങ്ങളിലെ സ്ത്രീ സാന്നിധ്യം സൈനബയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ച് നമ്മുടെ ഈ മണ്ഡലത്തിൽ ഒത്തുപിടിച്ചാൽ മലയും പോരും എന്ന് പറഞ്ഞതുപോലെ ഒത്തുപിടിച്ചാൽ മലപ്പുറവും പോരും എന്നുള്ള അർത്ഥത്തിൽ തന്നെ നമ്മൾ ശക്തമായി മുന്നോട്ട് പോകണം. ഇന്നലെ വരെയുള്ള കാലാവസ്ഥയല്ല നമ്മുടെ മണ്ഡലത്തിൽ ഇപ്പോഴുള്ളത്. പലരും മുഖം തിരിഞ്ഞു നിന്നിരുന്ന ആളുകളടക്കം നമ്മൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവിടെ വിജയിക്കണം എന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്ത്രീ ശാക്തീകരണം, സ്വന്തം നാട്, മണ്ഡലത്തിലെ സാന്നിധ്യം, 2004 LDF വിജയം, വികസന മുരടിപ്പ് തുടങ്ങിയ വിഷയങ്ങളാണ് സൈനബയുടെ പ്രസംഗങ്ങളിൽ മുഖ്യമായും നിറയുന്നത്. പാണ്ടിക്കാട് KSKTU സമ്മേളനത്തിനെത്തിയ സൈനബയെ മുദ്രാവാക്യങ്ങളുമായി പ്രവർത്തകർ സ്വീകരിച്ചു. നിറഞ്ഞ സ്ത്രീ സദസ്സിനോട് സൈനബ വോട്ടഭ്യർത്ഥിച്ചു. വനിതാ കമ്മീഷൻ അംഗമെന്ന നിലയിലെ പരിചയം പ്രസംഗത്തിൽ ഊന്നി പറഞ്ഞു. നമ്മുടെ ഈ മണ്ഡലത്തിനകത്ത് 12 ലക്ഷത്തോളം വരുന്ന വോട്ടർമാരിൽ 52% വോട്ടർമാർ സ്ത്രീകളാണ്. അവരാണെങ്കിൽ എന്തൊക്കെയോ കാരണം കൊണ്ട് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് പാവപ്പെട്ട സ്ത്രീകൾ അവരെ എല്ലാ കാലത്തും എന്തെങ്കിലും വിശ്വാസത്തിൻ്റെയോ അന്ധവിശ്വാസത്തിൻ്റെയോ ഒക്കെ പേര് പറഞ്ഞിട്ട് എല്ലാ കാലത്തും അടുക്കളയുടെ മൂലയിൽ ഒതുക്കി കൂട്ടിയിരുത്തി അവരെ ചൂഷണം ചെയ്യുന്ന ഒരു വലിയ വിഭാഗം നമ്മുടെ നാട്ടിലുണ്ട്. പ്രസംഗം കഴിഞ്ഞ് താഴെയിറങ്ങിയ സൈനബയെ സ്ത്രീകൾ പൊതിഞ്ഞു. പിന്നെ സൈനബ അവരിലൊരാളായി മാറി. ജനങ്ങളുടെ പ്രതികരണം കാണുമ്പോൾ എന്ത് തോന്നുന്നു? വളരെ ആവേശം തോന്നുന്നു. കാരണം ജനങ്ങൾ വളരെ സന്തോഷത്തോടുകൂടി ഈ മണ്ഡലത്തിലൊരു മാറ്റം വേണമെന്ന് പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് കാണുന്നത്. മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ എത്രത്തോളം ആവേശം ഉണ്ടാവുമെന്ന് കരുതിയിരുന്നോ? അല്ല, മത്സരിക്കുമ്പോൾ മലപ്പുറം മണ്ഡലമാണല്ലോ. മലപ്പുറം മണ്ഡലത്തിൻ്റെ എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും 10-25 വർഷമായിട്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ എനിക്ക് അറിയാവുന്നതാണ്. പക്ഷേ അതിൽ നിന്നൊക്കെ ഒരുപാട് മുന്നോട്ട് പോയി.
കാര്യങ്ങൾ വളരെ അനുകൂലകരമായിട്ടുള്ള ഒരു സാഹചര്യം വന്നുകൊണ്ടിരിക്കുകയാണ് മലപ്പുറം മണ്ഡലത്തിൽ. കാരണം ഇതുവരെ മുഖം തിരിഞ്ഞു നിന്നിരുന്ന ആളുകൾ വളരെ സന്തോഷപൂർവ്വം അടുത്തു വരികയും നിങ്ങൾ ധൈര്യമായി മുന്നോട്ട് പോയിക്കൊള്ളൂ എന്ന് പറയുന്ന ഒരു അനുഭവമാണ് ഈ മണ്ഡലത്തിലൂടെ ആകെ നടക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയം ചർച്ച ചെയ്യുകയാണെങ്കിൽ എത്രത്തോളം LDFന് അനുകൂലമാണ്? രാഷ്ട്രീയത്തിൻ്റെ സമവാക്യങ്ങൾ പലപ്പോഴും തെറ്റാറുണ്ട്. എല്ലാം കണക്കുകളിൽ മാത്രമല്ല രാഷ്ട്രീയം. രാഷ്ട്രീയം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിഷയങ്ങളുമായിട്ട് കൂടിക്കലർന്നിട്ടുള്ളതാണ്. അപ്പോൾ അവർ ഓരോരുത്തരും അവരുടെ ജീവിത അനുഭവങ്ങൾ കൂടി വെച്ചുകൊണ്ടാണ് വിലയിരുത്തപ്പെടാറുള്ളത്. ഇത് തന്നെയായിരുന്നല്ലോ നേരത്തെ മഞ്ചേരി മണ്ഡലമായിരുന്ന കാലത്തും പറഞ്ഞിരുന്നത്. രാഷ്ട്രീയ സമവാക്യങ്ങൾ ആകെ തെറ്റിച്ചിട്ട് മഞ്ചേരി മണ്ഡലത്തിൽ ഒരു ചരിത്ര വിജയം ഉണ്ടാക്കിയിട്ടുള്ളതാണ് സഖാവ് TK ഹംസ. അതേപോലെയുള്ളൊരു കാലാവസ്ഥയാണ് ഇന്ന് മലപ്പുറം മണ്ഡലത്തിലുള്ളത്. എതിരാളിയെക്കുറിച്ച് എന്ത് പറയുന്നു? എതിരാളി എന്ന് പറയുന്ന വ്യക്തിപരമായി എനിക്ക് അദ്ദേഹത്തെക്കുറിച്ചൊന്നും പറയാനില്ല. ഈ മണ്ഡലത്തിലെ വികസന കാര്യങ്ങളിൽ ഒട്ടും താല്പര്യം കാണിച്ചിട്ടില്ല. ജനങ്ങളെ അദ്ദേഹം കണ്ടിട്ടില്ല എന്നുള്ളതാണ്. മറ്റെന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് അവർ അവകാശപ്പെടുന്നു. പക്ഷേ ഈ മണ്ഡലത്തിലെ 7 അസംബ്ലി മണ്ഡലങ്ങളിലൂടെ ഞാൻ നടന്നു നോക്കിയപ്പോഴും എന്തെങ്കിലും ഒന്ന് ഒരു സ്ഥാപനമോ ഒരു പൊതുമേഖലാ കമ്പനി ഇവിടെ കൊണ്ടുവരാമായിരുന്നു. അതുപോലെ റെയിൽവേയിൽ വികസനങ്ങൾ കൊണ്ടുവരാമായിരുന്നു. മാനവ വിഭവശേഷി വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കുറേ കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. പിന്നെ റെയിൽവേയിലെ തന്നെ എല്ലായിടത്തും കോച്ച് ഫാക്ടറി വേണമെന്നല്ല, അനുബന്ധ വ്യവസായങ്ങൾ കൊണ്ടുവരാമായിരുന്നു. അങ്ങനെ പിന്നെ അതുപോലെ തന്നെ നിതാക്കാത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അവർ പറയുന്ന നിതാക്കാത്തിന് വേണ്ടി ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു എന്നാണ്. പക്ഷേ നിതാക്കാത്തിൻ്റെ ഭാഗമായിട്ട് പിടിച്ചു കയറ്റി വന്നിട്ടുള്ള ലക്ഷക്കണക്കിന് ആളുകൾ ഈ മണ്ഡലത്തിലുണ്ട്. അവർ പലരും എന്നോട് പറയുന്നത് നിങ്ങൾ ഈ കാര്യം പറയണം, കാരണം ഞങ്ങൾ അനുഭവിച്ച ദുഃഖം ഞങ്ങൾക്കേ അറിയൂ, ഞങ്ങളെ തിരിഞ്ഞു നോക്കാൻ ആളുണ്ടായിട്ടില്ല, നമ്മുടെ എതിരാളിയായ സ്ഥാനാർത്ഥിക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നുള്ള ശക്തമായ പ്രതിഷേധം ജനങ്ങളുടെ ഇടയിൽ. അടുത്ത പരിപാടി എന്താ? ഇതിപ്പോൾ പള്ളിയുടെ സമയമായി, ഇനിയിപ്പോൾ കുറച്ച് സമയം വിശ്രമമാണ്. ഉച്ച കഴിഞ്ഞിട്ട് വീണ്ടും പര്യടനം തുടരും. പ്രചാരണ രംഗത്ത് ഒട്ടും പിറകിലല്ല എന്ന് തെളിയിക്കുന്ന കാഴ്ചകളായിരുന്നു PK സേനവയുടെ പര്യടനത്തിലുടനീളം നമ്മൾ കണ്ടത്. ഇനി BJP സ്ഥാനാർത്ഥിയിലേക്ക് പോകാം.